ഇല്ലില്ല, അവൻ്റെ ഈ വണ്ടി ഇല്ലല്ലോ. ഷാനവാസിൻ്റെ വണ്ടി കൊണ്ട് അവർ പോയി. എന്നിട്ടെന്തോ ഒരു ദിവസം ഒരു മൊത്തം കറങ്ങി പിറ്റേ ദിവസം രാവിലെ അവൻ അവിടെ വീട്ടിൽ കൊണ്ടാക്കി. ആ അങ്ങനെ പിള്ളേർ അല്ല നമ്മുടെ കണക്ക് കണ്ട ചായക്കടയിൽ നിന്ന് ഇറങ്ങി അടിച്ച് അടക്കമല്ല. അതിന് ചായ മാത്രം കുടിച്ചിട്ട് വരാൻ ഞാൻ പറഞ്ഞില്ലല്ലോ. എന്നുവെച്ചാ ഒന്നുമില്ല. അതെ, നമുക്ക് ഇതുപോലൊക്കെ ഒന്ന് കാണണ്ടേ? വേണം. കണ്ടിട്ട് ജസ്റ്റ് കാണാൻ. എന്നാ പിന്നെ വീഡിയോ കോൾ ചെയ്താ പോരെ? വീഡിയോ കോളല്ല, നേരിട്ട്. അയ്യോ എനിക്ക് പറ്റത്തില്ല, ഹോട്ടലിൽ ചാടാൻ പാടാ. ഈ നാട്ടിലെ പീക്കിരി പിള്ളേർ വരെ കപ്പിളായിട്ട് കറങ്ങി കിടക്കുന്നത് നീയും കാണുന്നില്ലേ? നമ്മൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ കടകളുടെ എണ്ണ എടുത്തുകൊണ്ട് ഇറങ്ങുന്നത്. ഇതത്ര വലിയ പാടുള്ള കേസൊന്നുമല്ല. ഒരു ദിവസം രാവിലെ നീ എൻ്റെ ഇറങ്ങി വന്നാൽ പോരെ? അന്ന് രാത്രി 9 മണിക്ക് മുമ്പ് നിന്നെ തിരിച്ച് ഞാൻ ഹോസ്റ്റലിൽ എത്തിച്ചോളാം. അപ്പോൾ പ്രശ്നമില്ലല്ലോ. ഒരു പ്രശ്നമില്ല. 2 ദിവസം കഴിയുമ്പോൾ നിങ്ങളുടെ കോളേജിലെ പരിപാടിയല്ലേ, നീ അത് സ്കിപ്പ് ചെയ്തിട്ട് എൻ്റെ കൂടെ വാ. നമുക്കൊന്ന് കറങ്ങി അടിച്ച് വന്നിട്ട് നേരത്തെ തന്നെ ഞാൻ ഹോസ്റ്റലിൽ എത്തിച്ചോളാം. ഒരു പ്രശ്നം വരുന്നില്ല. ഉറപ്പ്. ഓക്കെ അല്ലേ? അപ്പോൾ ഓക്കെ, ഫിക്സ്. എടി, ഇവിടെ ഫുഡ് എടുത്ത് വെച്ചിട്ടുണ്ടെന്നാണ് തോന്നേ. ഞാൻ കഴിച്ചിട്ട് വിളിക്കാമേ. ഓക്കെ ബൈ. ലവ് യു. ഓക്കെ ബൈ. അളിയാ, എടാ പിന്നെ നിൻ്റെ പി ജിയിൽ ഇപ്പോൾ വേറെ താമസക്കാരും വല്ലതും ഉണ്ടോ? എടാ അളിയ, എനിക്കൊരു 2 ദിവസം കഴിഞ്ഞാൽ നിൻ്റെ റൂം ഇങ്ങോട്ടൊന്ന് വേണമായിരുന്നു. രാവിലെ തൊട്ട് വൈകിട്ട് വരെ. എടാ, അത് രേഷ്മ കൂടെ വരാമെന്ന് പറഞ്ഞായിരുന്നേ. അപ്പോൾ റൂം കൂടെ ഉണ്ടെങ്കിൽ അവർ നിനക്ക് ഞാൻ മന്തി മേടിച്ചു തരാം. മന്തി. ഓക്കെ ഓക്കെ, സെറ്റല്ലേ? ഓക്കേടാ, ഓക്കെ. താങ്ക് യുടാ, താങ്ക് യു. വാ, ഇതാ ഞങ്ങൾ ഇടയ്ക്ക് കൂടാറുള്ള റൂം. എന്ത് കൂടാറ്? ഫുഡ് പാർട്ടി ആയിട്ടൊക്കെ ഇടയ്ക്ക്. ഇതെല്ലാം വൃത്തിയാക്കി കേട്ടോ. മോനെ, അതെന്തിനാ കുറ്റിയിട്ടെ? അല്ല, പുറത്തുനിന്ന് ആരെങ്കിലും പെട്ടെന്ന് കയറി വന്നാലേ. നീ ഇരിക്കി. അപ്പൊ ഇനി എന്താ പ്ലാൻ? ഇവിടെ 1-2 സ്ഥലമൊക്കെ ഉണ്ട് കാണാൻ. പക്ഷെ പുറത്തല്ല, വെയിലല്ലേ. അപ്പൊ പിന്നെ എന്ത് ചെയ്യും? വെയിലൊക്കെ താന്നിട്ട് പോവാം കുറച്ച് കഴിഞ്ഞ്.
വിശക്കുന്നു. വിശക്കുന്നു. വിശക്കുന്ന നമ്മളൊരു 10-15 ഹോട്ടലെങ്കിലും പാസ് ചെയ്തിട്ടല്ലേ ഇങ്ങോട്ട് വന്നേ. നിനക്കപ്പോൾ ഒന്നും വിശക്കുന്നില്ലായിരുന്നോ? എനിക്ക് അപ്പോൾ വിശക്കുന്നില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ വിശക്കുന്നു. നിനക്കറിയാലോ വിശന്ന എനിക്ക് പ്രശ്നമാണെന്ന്. നമുക്ക് ഫുഡ് ഓർഡർ ചെയ്താലോ? അത് വേണ്ട, എക്സ്ട്രാ ചാർജ് കൊടുക്കേണ്ടി വരും. ഞാൻ പുറത്ത് പോയി മേടിച്ചിട്ട് വരാം, നീ ഇവിടെ ഇരി. ഞാൻ ഇവിടെ ഒറ്റയ്ക്ക് ഇരിക്കാനോ? അല്ല കുഴപ്പമില്ല, തൊട്ടടുത്ത് തന്നെ കട, ഞാൻ പോയി മേടിച്ചിട്ട് വരാം, നീ ഇവിടെ ഇരി. എങ്ങോട്ടാ? അപ്പുറത്തിറക്കിയാൽ മതി. കയറിക്കോ ബ്രോ, അങ്ങോട്ട് നോക്കിയേ. അവിടെ ഒന്നും ഇല്ലല്ലോ. നേരെ അങ്ങോട്ട് നോക്ക് ബ്രോ. എനിക്ക് HIV പോസിറ്റീവായിരുന്നു. വെൽക്കം ടു അവർ കമ്മ്യൂണിറ്റി. എനിക്ക് HIV പോസിറ്റീവായിരുന്നു. വെൽക്കം ടു അവർ കമ്മ്യൂണിറ്റി. നിനക്ക് വേണ്ടേ? വേണ്ട. ഓ, പുറത്തുനിന്നെല്ലാം കയറ്റി കാണും. പുറത്തുനിന്ന് കയറ്റി എന്തു പറ്റി? എന്തെങ്കിലും പ്രശ്നമുണ്ടോ? പ്രശ്നമൊന്നുമില്ല, നമുക്ക് ഇത്തിരി നീങ്ങിയിരുന്നാലോ? എന്തിന്? അതിൻ്റെ ആവശ്യമൊന്നുമില്ല. ചിലപ്പോ പ്രശ്നമാ. തൊട്ടാലും ചിലപ്പോ പ്രശ്നമാ. തൊട്ട പ്രശ്നോ? വെയിൽ മാറി, നമുക്ക് പുറത്തു പോവാം. അതിന് വെയിലൊന്നും മാറിയില്ലല്ലോ. അല്ല, നീ ബാത്റൂമിൽ പോയപ്പോ ഞാൻ നോക്കി, വെയിൽ മാറി, നമുക്ക് പുറത്തു പോവാം. പിന്നെ എന്തിനാ ഇങ്ങോട്ട് വന്നേ? വന്നത് അതിനി ഒന്നും ചെയ്തിട്ട് കാര്യമില്ലല്ലോ. എന്നെ തൊടരുത്, എന്നെ തൊടരുത്. തൊട്ടാ പോയി. നമുക്ക് പുറത്തു പോവാം. പുറത്തോ അല്ലേ? വേണ്ട, നമുക്ക് പുറത്തു പോവാം. എന്ത് കളിയാ പരിപാടി? റൂമിൽ പോയിട്ട് കണ്ടെന്നില്ലല്ലേ? ഓ, ഞാൻ ചുമ്മാ കാറ്റുള്ള ഇറങ്ങിയാടാ. അളിയൊരു ക്ഷീണൊക്കെ കാണും, കാറ്റൊക്കെ കൊള്ളാൻ. അതെന്തോടാ നീ ഒരുമാതിരി ആക്കുന്നേ? രാവിലെ എന്നെ പറഞ്ഞിട്ട് എന്തായി കാര്യങ്ങള്? പൊളിച്ചോ?
അളിയൻ്റെ ലൈഫ് അളിയാ ലൈഫ്. പെണ്ണിന് പെണ്ണ്, റൂമിന് റൂമ്, അങ്ങ് സുഖിക്കുക. ആളിയാ, എടാ നിനക്ക് ഈ മെഡിക്കൽ ഫീൽഡായിട്ടൊക്കെ നല്ല കണക്ഷൻ അല്ലേ? ഉണ്ടാ. എടാ എനിക്കൊരു ഡൗട്ട്. പറടാ. എടാ ഈ HIV ബാധിച്ച ആളുടെ ബ്ലഡിൽ നിന്ന് കുറച്ച് കണ്ടന്റ് നമ്മുടെ ഉള്ളിൽ പോയാൽ അത് നമുക്കും ആവോ? അതെന്താടാ നിനക്ക് അങ്ങനെ ഒരു ഡൗട്ട്? ഇനി നീ എങ്ങാനും അതല്ലടാ, നീ പറ, ആവോ? ഉറപ്പായിട്ടാവോ? എടാ പിന്നെ ഇൻ കേസ് ഒരാൾക്ക് HIV ആയ അതിൻ്റെ ആഫ്റ്റർ എഫക്റ്റ് ഒക്കെ എന്തോ ആയിരിക്കുമടാ? അളിയ പോയില്ലേ അളിയ? ഓ ശൈലമൊക്കെ മെലിഞ്ഞുണങ്ങി. നീ അരുവി സിനിമ ഉണ്ടായിരുന്നോ? അതിനകത്ത് ഏറ്റവും അവസാനം ആ പെങ്കൊച്ച് ദുരിതം അനുഭവിച്ച് തീരെ അളിയാ മരിക്കാൻ പെങ്കൊച്ച്. എന്തോ ചെയ്യാനെന്ന് പറ. എടാ ഇതിന് മരുന്നൊന്നും ഇല്ലേ? ഇല്ലളിയാ, ഇതിങ്ങനെ വന്നാൽ ഞാൻ പോയി ആത്മഹത്യ ചെയ്തോളാം. ഗതം. അതെന്തോടാ നീ അങ്ങനെ പറഞ്ഞേ? ഇങ്ങനെ ചത്ത് ജീവിക്കാണ്ട് നല്ല ഒറ്റയടിക്ക് ചാവുന്നല്ലിയാ. നീ നേരത്തെ വന്നോ? നീ ലേറ്റായിട്ട് വരുമെന്നാണല്ലോ പറഞ്ഞേ. പോയ കാര്യമൊന്നും നടന്നില്ലടി. അതെന്താ? എനിക്കറിയത്തില്ലടി. പെട്ടെന്ന് അവൻ്റെ സ്വഭാവം മാറി. പിന്നെ അവൻ എന്നെ ഇവിടെ കൊണ്ടാക്കി. ഓ, എന്തു പറ്റി? അവൻ എന്നെ 2 വട്ടം കിസ് ചെയ്യാൻ വന്നു. ഞാൻ അവനെ അവോയ്ഡ് ചെയ്തു. അവോയ്ഡ് ചെയ്തോ? എന്താ നീ അങ്ങനെ ചെയ്തേ? ആദ്യത്തെ വട്ടം എനിക്ക് ബാത്റൂമിൽ പോകാൻ മുട്ടി. 2ാമത്തെ വട്ടം എനിക്ക് വിശന്ന്. അയ്യോ, ആരെങ്കിലും ഈ സമയത്ത് ഇങ്ങനെ റിയാക്ട് ചെയ്യൂടി? ആരായാലും നിന്നെ ഇവിടെ തിരിച്ചുണ്ടാക്കും. അപ്പോൾ പിന്നെ ഇനി എന്ത് ചെയ്യൂടി? ഞാൻ അവനെ ഒന്ന് വിളിച്ചാലോ? ഇന്നിനി വിളിക്കണം, നാളെ ആവട്ടെ. ഇതുവരെ തീർന്നില്ലേ ഈ പ്രശ്നം? അവൻ ഫോൺ കട്ട് ചെയ്ത് കളയോടി. എന്നെ അവോയ്ഡ് ചെയ്യുക. പിന്നെ ഒരു ഉമ്മട്ടില്ലെന്ന് ചിത്ര അവോയ്ഡേണ്ട ആവശ്യമൊന്നുമില്ലേ? ഒരു മറ്റേ വർത്തമാനം പറഞ്ഞു. ഇതൊന്നും അല്ലല്ലോ നീ ഇന്നലെ പറഞ്ഞേ. അല്ല, ഒരു ഉമ്മയുടെ കേസിന് ഇത്രയൊക്കെ വിഷയം ഉണ്ടാക്കേണ്ട ആവശ്യമൊന്നും ഇല്ലല്ലോ. എടി, അവനിനി വല്ല അവീതം ഉണ്ടോ? അല്ല, ഇങ്ങനെയുള്ള സിറ്റുവേഷനിലാണല്ലോ അവോയ്ഡൊക്കെ ചെയ്യുന്നത്, അതുകൊണ്ട് പറഞ്ഞതാ. ഇനി അങ്ങനെ ആയിരിക്കുമോ? ആവാൻ സാധ്യത ഉണ്ട്. വിളിക്കും, ഇപ്പം തന്നെ വിളിക്കും. ഹലോടി, പറ. നീ വിളിച്ചിട്ട് എന്താ ഫോൺ എടുക്കാത്തേ? എന്ത് തിരക്ക്? ഇത്ര ദിവസമില്ലാത്ത തിരക്കാണോ ഈ 2 ദിവസമായിട്ട്? എടി ഞാൻ നിന്നെ പിന്നെ വിളിക്കാം. ഫോൺ കട്ട് ചെയ്യരുത്. എനിക്കിപ്പോൾ നിന്നെ നല്ല സംശയമുണ്ട്. നിനക്ക് വല്ല അവീതം ഉണ്ടോന്ന്? നീ എന്നൊന്നും മിണ്ടാത്തേ? എനിക്കൊരു പെൺകൊച്ചായിട്ട് ബന്ധമുണ്ട്. ഞാനത് നിന്റെ അടുത്ത് പറയാൻ വേണ്ടിയിട്ടായിരുന്നു. എടാ മോയ്, പിന്നെ നീ എന്തിനാണ് ഇഷ്ടമെന്ന് പറഞ്ഞ് എന്നെ അങ്ങോട്ട് വിളിച്ച് കയറ്റിയത്? എനിക്കിപ്പോൾ കൂടുതലൊന്നും പറയാൻ പറ്റത്തില്ല. ഞാൻ നിൻ്റെ അടുത്ത് ഇതെല്ലാം കൂടെ വന്ന് പറയണമെന്നും പറഞ്ഞുകൊണ്ടിരുന്നതാ. പക്ഷേ അതിനുള്ള സാഹചര്യം ഒത്തു വന്നില്ല. ഇപ്പോഴൊത്തു വന്നേ. അതുകൊണ്ടാണ് 2 ദിവസമായിട്ട് അവോയ്ഡൊക്കെ ചെയ്യുന്നത്. എനിക്ക് വേറെ കൊച്ചിനെ ഇഷ്ടമാണ്. എനിക്ക് നിന്നെ വേണ്ട. മേലാ നീ എന്നെ വിളിച്ചു പോരുത്. നിർത്തിയടി. എല്ലാ ആണുങ്ങളും പെണ്ണാളാ. ഇനി എനിക്ക് അവനോട് ഒരു ബന്ധവുമില്ല. വാ പോവാം. ഓ, ഈ കുടുംബം കഴിക്കുമ്പോൾ എന്തൊരാശ്വാസം. ഹലോ, ടെൻഷനില്ല. ഇതായിരുന്നു അളിയാ. ഗോകുല് വിളിച്ചേക്കണ് ജെയിംസോട് ചെല്ലാൻ. എന്തോ കുപ്പിങ്ങനെ എടുത്ത് വെച്ചേക്കുന്നു. ഓ, ഞാൻ വരുന്നില്ല. നീ പോയിട്ടോ. എന്നാൽ ഞാൻ പോയിട്ട്
ആ ഡോറും കൂടെ ഒന്ന് അടച്ചേക്കടാ. Or what we call an acute HIV infection stage. The symptoms might last for a few days or for a few weeks. Symptoms include fever, rash, muscle aches, sore throat, swollen lymph nodes. എനിക്ക് ചെവിയായി. ശരിയാ, ചത്തേത്ത് ജീവിക്കുന്നതിനെ കാട്ടി നല്ലത് ഒറ്റയടിക്ക് ചാവുന്ന തന്നെ. അളിയ അളിയ എനിക്കിത് നിൻ്റെ കൂടെ പറയാനൊക്കത്തുള്ളൂ അളിയ. അളിയ ഞാൻ ചാവാൻ പോളിയാ, എനിക്കിനി ജീവിക്കാൻ വയ്യ. ഞാൻ ഭയങ്കര വരപ്രയാസത്തിലായിരുന്നു അളിയ. കാരണമൊന്നും എനിക്ക് നിൻ്റെ അടുത്ത് പറയാൻ വയ്യ. നീ ഈ റൂമിൽ വരുമ്പോഴത്തേക്ക് ഞാൻ ചത്തിട്ടുണ്ടായിരിക്കും. പിന്നെ ഈ വോയിസ് ഇടുന്ന ഒരു കാര്യം, ഒരിക്കലും എൻ്റെ ബോഡി പോസ്റ്റ്മോർട്ടത്തിന് വിട്ടു കൊടുക്കല്ലേ അളിയ. അവരെൻ്റെ ബോഡി ചെക്ക് ചെയ്യും, എൻ്റെ ബ്ലഡ് ടെസ്റ്റ് ചെയ്യും അളിയ. എനിക്കിനി ജീവിക്കട്ടെ അളിയ, ഞാൻ പോവാ. ഹലോ ഗൈസ്, കുതാഹവയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ പലതരം വീഡിയോ ചെയ്തിട്ടുണ്ട്, പല സ്ഥലത്തും തല്ലും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ഇതൊരു വെറൈറ്റി വീഡിയോ ആണ്. അതാണ് HIV പ്രാങ്ക്. എന്തോടാ മയിരേ? ചാവാൻ പോണ മൈര നീ. എന്തോ പ്രശ്നം എന്തോ? മൈരി എടുക്ക്. ഹലോ രശ്മി. എനിക്ക് നിന്നോട് സംസാരിക്കാനല്ല, ഞാൻ ഫോൺ വെക്കുക. എടി കട്ടിയില്ല പ്ലീസ്. എടി നീ ഇപ്പോൾ എവിടെ നിൽക്കുന്നത്? എനിക്ക് നിന്നെ അർജൻറ്റായിട്ടൊന്ന് കാണണം. എനിക്കൊന്ന് കേൾക്കണം, നീ ഫോൺ വെച്ചേ. അങ്ങനൊന്നും പറയല്ലേ, എനിക്ക് കുറച്ച് അത്യാവശ്യമായിട്ടുള്ള കാര്യങ്ങൾ നിൻ്റെ അടുത്ത് പറയാനുണ്ട്. എനിക്ക് നിന്നെ ഒന്ന് കാണാം. നിനക്ക് എന്തോ പറയാനുള്ളത്? ഇല്ല, നീ പറഞ്ഞു കഴിഞ്ഞില്ലേ? ഞാൻ എല്ലാം വിശദമായിട്ട് ഞാൻ പറഞ്ഞോളാം. നീ ഇപ്പോൾ എവിടെ നിൽക്കുന്നതെന്ന് മാത്രം ഒന്ന് പറ പ്ലീസ്.
ഞാൻ ഗ്രൗണ്ടിലുണ്ട്. ഗ്രൗണ്ടിലുണ്ടോ? എന്നാൽ ഞാൻ അങ്ങോട്ട് വരാം. അവിടെ തന്നെ നിൽക്കണം, എങ്ങും പോവല്ലേ. ഞാൻ 10 മിനിറ്റ് ഇവിടെ കാണും. വേഗം വന്നാൽ കാണാം. ഓക്കെ ഞാൻ ഇപ്പോൾ വരാം. ഡാളിയാ വണ്ടി ഉണ്ടോ? കൂടെ നിന്നോണേടാ. രശ്മി, കാര്യം പറ. അയ്യോ എടി, ഞാനതെങ്ങനെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കും? തൊടലും പിടിക്കലൊന്നും വേണ്ട, പറയാണോ പറഞ്ഞിട്ട് പോ. എടി ഞാൻ പറഞ്ഞെല്ലാം നുണയായിരുന്നടി. നുണയാന്ന് എനിക്കറിയാം, അതുകൊണ്ടല്ലേ എന്നെ മറ്റവളെ കേസ് ഞാൻ പൊക്കിയത്. അയ്യോ എനിക്ക് മറ്റവളൊന്നും ഇല്ല. അളിയാ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുറാ. അതായത് ചേച്ചി ആരാന്നറിയുന്നേ ചേച്ചി? നിന്നെ കണ്ട അച്ഛനെ പറയുന്ന മാറി. അളിയാ ഈ മരപ്പണിനെ പറഞ്ഞ് മനസ്സിലാക്കി വയ്യ. അളിയാ എടി നീ പറയുന്നൊന്ന് മനസ്സിലാക്കടി. ഞാൻ പറയുന്നതൊന്ന് കേക്ക്. എനിക്കൊരു ഇത്തിരി സമയം താ. എനിക്ക് നിന്നെ നാടകം ഒന്നും കാണാൻ വയ്യ, ഞാൻ പോവാ. അങ്ങനെ ഇപ്പൊ പോകാൻ പറ്റത്തില്ല. ഒന്നുമില്ലെങ്കിൽ നിനക്ക് വേണ്ടിയിട്ടാണ് ഞാൻ ഇതെല്ലാം ചെയ്തത്. ഞാൻ പറയുന്ന കാര്യമെല്ലാം നീ കേട്ടിട്ട് പോയാൽ പറഞ്ഞു തൊലക്ക്. അതെനിക്ക് എങ്ങനെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കി തരണമെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അന്ന് നിന്നെ റൂമിൽ കൊണ്ടുപോയില്ലേ, നിനക്ക് ഫുഡ് വേണമെന്ന് പറഞ്ഞ് ഫുഡ് വാങ്ങിയാൽ കടയിൽ പോയി തിരിച്ചു വരുന്ന വഴിക്ക് ഒരുത്ത എൻ്റെ വണ്ടിക്ക് ലിഫ്റ്റ് ചോദിച്ച് പാവല്ലേ എന്നും പറഞ്ഞ് ഞാൻ അവനെ നിർത്തി കൊടുത്തതാ. അവൻ എൻ്റെ പുറകെ കയറി എന്നിട്ട് എൻ്റെ മുഖത്ത് ഒരു ഇഞ്ചക്ഷൻ കുത്തിവെച്ച് എന്നിട്ട് അവൻ പറഞ്ഞു അവൻ HIV അത് എനിക്കും പകരുമെന്നുള്ള പേടിയുണ്ട്. എനിക്ക് എന്തോ ചെയ്യണമെന്ന് അറിഞ്ഞുകൂടായിരുന്നു. വീട്ടിൽ വന്ന് എന്നെ പറഞ്ഞു വിട്ടതല്ല ഞാൻ. അതുകൊണ്ടാണ് നിന്റെ നന്മയ്ക്ക് വേണ്ടിയിട്ടാണ് ഞാൻ വീതമാണെന്ന് വേറെ കാര്യങ്ങളൊക്കെ പറഞ്ഞ. അല്ലാതെ എനിക്ക് വേറെ പെങ്കൊച്ചായിട്ടൊരു ബന്ധവും ഇല്ല. എന്നെ ഒന്ന് വിശ്വസിക്കുക. നീ ഇനി എന്ത് പറഞ്ഞിട്ടും കാര്യമില്ല. നീ അല്ലേ പറഞ്ഞ നിനക്ക് വേറെ ബന്ധമുണ്ടെന്ന്? അതുകൊണ്ട് വീട്ടിൽ കല്യാണക്കാരി ഞാൻ മൂവ് ചെയ്തു. നാളെ ഒരു ചെറുക്കനെ കാണാൻ വരിക, അതുകൊണ്ട് നാളെ വീട്ടിൽ പോവാ ഞാൻ. അയ്യോ എടി എന്തോ എടി, ഞാൻ ഒരു അബദ്ധത്തിൽ ചെയ്തല്ലേ എടി ഇതൊക്കെ. പ്ലീസ് എന്നോടൊന്ന് ക്ഷമിക്ക്. അങ്ങനൊന്നും പറയല്ലേ നീ എൻ്റെ അടുത്ത്. Calm down, bro. Calm down, bro. Bro, just a prank, bro. Bro, just a prank, bro. എടാ നമുക്ക് അവന്റെ ചാനലിൽ വീഡിയോ ചെയ്താലോ? നിന്റെ ചാനലിന്റെ പേരെന്താ? നമസ്കാരം ഗൈസ്. അപ്പം കൊദാഹവ ചാനലിലെ എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. ഇതുവരെ നിങ്ങൾ കണ്ടിട്ടില്ലാത്ത 2 മുഖങ്ങളായിരിക്കും ഇന്ന് നിങ്ങൾ ഈ വീഡിയോയിൽ കാണാനായിട്ട് പോകുന്നത്. എന്താണ് പറയാനുള്ളത്? ഈ പ്രാങ്ക് അവൻ സെൻസർ ചെയ്തിരിക്കുന്നു. നമ്മള് ഇത്രയും നാളായിട്ട് ഈ വീഡിയോ കണ്ടിട്ടുള്ള വീഡിയോ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പ്രാങ്കോളി മറ്റുള്ളവരെ പ്രാങ്ക് ചെയ്യുന്നതാണ്. പക്ഷേ ഇന്ന് നമ്മൾ വെറൈറ്റി ആയിട്ട് ഈ പ്രാങ്കോളിയുടെ പറവള്ളി അടിച്ചു പൊട്ടിക്കുന്ന വീഡിയോ ആണ് കാണാനായിട്ട് പോകുന്നത്. അപ്പോൾ ആ വീഡിയോ കാണുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ ഈ ചാനലിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ബെൽ ഐക്കൺ പൊട്ടിച്ചോ. മണി ബെല്ലൈക്കൺ നിങ്ങൾക്ക് പൊട്ടിച്ചോ. അവന്റെ പേരെന്തുവായിരുന്നു? അനന്തൊന്നും കണ്ടേ. അനന്ത്. അല്ലെങ്കിൽ അനന്തെന്ന് വേറുള്ള എല്ലാമാരും അറിയാം.